ഇടുക്കി അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയെ ലക്ഷ്യം വെച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഉളിയമ്പ്. തനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നുമില്ലെന്നും താൻ ഇതുവരെ പറഞ്ഞത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നുമായിരുന്നു CV വർഗീസിന്റെ പരാമർശം. CV വർഗീസിന്റെ മകനും മരുമകനും ചേർന്നാണെന്ന് അനധികൃത ഖനനങ്ങൾക്ക് കളക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഇടുക്കി ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങളിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പ്രഖ്യാപിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കളക്ടറെ ലക്ഷ്യം വെച്ചുള്ള CV വർഗീസിന്റെ പരാമർശം. അന്വേഷണം പ്രഖ്യാപിച്ചത് കുറെ ദിവസമായില്ലേ, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കേണ്ടത്, അതിന് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ട്രാൻസ്ഫറും ഇല്ല, സന്തോഷം, എനിക്ക് ട്രാൻസ്ഫറും ഇല്ല, സസ്പെൻഷനും ഇല്ല. സസ്പെൻഷൻ കഴിയണമെങ്കിൽ ഞാൻ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമാണ്. ഇത് രണ്ടും എനിക്കില്ല. അതൊക്കെ എന്നെ അന്വേഷണം വഴിക്ക് വരട്ടെ. എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചോട്ടെ, അവരെ ചിന്തിച്ചോട്ടെ. ആർക്ക് തടസ്സം? നിവൃത്തമായ കാര്യം അവർ ചെയ്യുന്നുണ്ട്, അവരെ ചിന്തിച്ചോട്ടെ. അത് അങ്ങനെ നടക്കും. ഇതിനു പിന്നാലെ തനിക്കെതിരെ ഗൂഢാലോചന നടന്നതായും CV വർഗീസ് ആരോപിച്ചു. ഇടുക്കി താലൂക്കിൽ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ നിയോഗിച്ചത് നെടുങ്കണ്ടം LR തഹസിൽദാരെയാണ്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത് ശരിയോ തെറ്റോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തീരുമാനിക്കട്ടെ എന്നും CV വർഗീസ് പറഞ്ഞു. ഇടുക്കി താലൂക്കിലല്ലേ താമസിക്കുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് സംബന്ധിച്ച് ആക്ഷേപം ഇടുക്കിയിലല്ലേ. എന്തിനാണ് നെടുങ്കണ്ടം LR തഹസിൽദാരെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? അതിന്റെ പിന്നിൽ കൂടാനുമില്ലേ. വസ്തുതാപരം അന്വേഷിക്കണമെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുമ്പോൾ പിന്നെ ആർക്കും തീരുമാനിക്കാം. അതിനകത്ത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് ശരിയോ തെറ്റോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അവർ പരിശോധിക്കട്ടെ എന്ന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അന്വേഷണത്തിൽ ഇടുക്കി ജില്ലയിൽ അനധികൃതമായി നിരവധി പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. റോഡ് നിർമ്മാണങ്ങളുടെ മറവിലും വ്യാപകമായി പാറ ഖനനം നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ CV വർഗീസിന്റെ മകനും മരുമകനും തന്നെയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. അതേസമയം രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയും നിലവിൽ വർദ്ധിക്കുകയാണ്. ജനം, ഇടുക്കി.